الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിൽ വൈവിധ്യമാർന്ന ഇബാദത്തുകളിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് വിശ്വാസി ലോകം. മുമ്പുള്ളതിനേക്കാൾ കൂടുതലായി റബ്ബിന് സുജൂദ് അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണവും അതിന്റെ പഠനവുമായി മുന്നോട്ട് പോയിക്കൊണ്ട് ഇസ്ലാമിക ചരിത്ര പഠനങ്ങളിലൂടെ അങ്ങനെ ധാരാളം മേഖലകളിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് അവർക്ക് ആത്മീയമായ അനുഭൂതിയും ഈമാനികമായ ഒരു ചൈതന്യവും ഊർജവും ലഭിക്കുന്ന ഒന്നാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് നടന്നിട്ടുള്ള ബദർ യുദ്ധം. ബദർ എന്ന് കേൾക്കുമ്പോൾ അത് മുസ്ലിങ്ങളായാലും അമുസ്ലിങ്ങളായാലും
അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ബദർ യുദ്ധം തന്നെയാണ്. ആധുനിക ലോകത്ത് മുസ്ലിം സമൂഹം പല രൂപത്തിൽ പല ദിക്കുകളിൽ നിന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ അധികരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തകൾ നിത്യേന നമ്മുടെ കാതുകളിലേക്ക് വ്യത്യസ്ത വാർത്താ മാധ്യമങ്ങളിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ആ ബദറിന്റെ ചരിത്രവും ആ ബദർ നൽകുന്ന ഗുണപാഠവും ഒന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനത്തിന്, നമുക്കൊരു ഈമാനികമായ ചൈതന്യമുണ്ടാകാൻ നന്നാകുമെന്ന് തോന്നുന്നു. പരിശുദ്ധ ഖുർആൻ ആ ബദറിനെ സൂചിപ്പിച്ചത് യൗമൽ ഫുർഖാൻ, സത്യാസത്യത്തിന്റെ വിവേചനത്തിന്റെ ദിവസമെന്നാണ്. സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട ദിനം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നത് ഖദ് കാന ലക്കും, നിങ്ങൾക്കുണ്ട് ആയ, നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്, ഫി ഫിഅതൈനിൽ തഖത, പരസ്പരം ഏറ്റുമുട്ടിയ രണ്ട് വിഭാഗങ്ങളിൽ, പരസ്പരം യുദ്ധം ചെയ്ത രണ്ട് വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്, ഒരു വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നു. വഉഖ്റാ കാഫിറ, മറുപക്ഷം അത് നിഷേധികളാണ്, കാഫിറുകളാണ്. എന്നിട്ട് ആ ആളുകൾക്ക് അനുഭവിച്ച കാര്യങ്ങളെ, ആ ആളുകൾ, അക്രമികളായ ആളുകൾ വിശ്വാസികളായ ആളുകളെ ഇരട്ടിയായി കാണുകയും അങ്ങനെ അവർക്കത് കാണിച്ചു കൊടുത്തത് അത് അള്ളാഹു വിശ്വാസികൾക്ക് നൽകിയ ഒരു സഹായമാണ്. വല്ലാഹു യുഅയ്യിദു ബിനസ്രി, അള്ളാഹു വിശ്വാസികളെ അവന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആയത്തിന്റെ അവസാനം അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൻ ലിൽ ഉലിൽ അബ്സാർ. ആദ്യം ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞു ആയത്തിന്റെ തുടക്കത്തില്, അവസാനത്തില് പറയുന്നു ഇന്ന ഫീ ദാലിക ലഇബ്റ, ഗുണപാഠമുണ്ടതില്, ലി ഉലിൽ അബ്സാർ, ചിന്തിക്കുന്ന, കാണുന്ന, മനസ്സിലാക്കുന്ന, ഉൾക്കാഴ്ചയുള്ള ആളുകൾക്ക് അതിൽ ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ട് വിഭാഗം ആളുകൾ പരസ്പരം യുദ്ധം ചെയ്തു. ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളതാണ്, ഒന്ന് അള്ളാഹുവിന്റെ ശത്രുവാണ്. ഒന്ന് അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാണ്, ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. നിങ്ങൾക്കിതിൽ ഗുണപാഠമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. എന്താണ് സഹോദരന്മാരെ ഈ യുദ്ധത്തിൽ നമുക്കുള്ള ഗുണപാഠം? ബദറിന്റെ ചരിത്രം കേൾക്കുമ്പോ, നമ്മുടെ നാട്ടിലൊക്കെ ബദർ ദിനം ആഘോഷിക്കുമ്പോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസിക്ക് അതിൽ നിന്ന് ലഭിക്കാനുള്ള ഗുണപാഠം എന്താണ്? കൃത്യമായി രണ്ട് വിശ്വാസങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് അവിടെ നടന്നത്. ഒന്ന് അള്ളാഹുവിനെ അംഗീകരിക്കുന്നവർ, അത് പ്രവാചകന്റെ കൂടെ, പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ്. അടുത്തതോ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഉഖ്റാ കാഫിറ, കാഫിറുകളായ രണ്ടാമത്തെ ടീം. ഈ ടീമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ഒന്നാമത്തെ വിഭാഗവും രണ്ടാമത്തെ വിഭാഗവും, അവർ രണ്ട് വിഭാഗവും അള്ളാഹുവിനെ സൃഷ്ടാവായി അംഗീകരിച്ച ആളുകളാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അംഗീകരിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് അംഗീകരിക്കുന്നവരായിരുന്നു.
പിന്നെന്തിന് സഹോദരന്മാരെ ഈ ഒരു ബദർ ഉണ്ടായി? പിന്നെന്തിന് ഈ ഒരു യുദ്ധമുണ്ടായി? ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ബദർ യുദ്ധത്തിന് മുമ്പായും കൊണ്ട് അബൂജഹല് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അദ്ദേഹം വിളിക്കുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവേ, അയ്യുനാ കാന അഫ്ജറു ലക വ അഖ്തഉ ലിർറഹ്മി. അള്ളാഹുവോട് ഏറ്റവും കൂടുതൽ തമ്മാടിത്തം പ്രവർത്തിക്കുക, അല്ലെങ്കിൽ എതിരാകുന്ന, കുടുംബ ബന്ധം മുറിക്കുന്നവരാരാ, ആ ആളുകളാരോ, ആ ആളുകളെ തകർക്കുകയും സത്യത്തിന്റെ കക്ഷിയെ വിജയിപ്പിക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. വേറെ ഒരുപാട് ഹദീസുകളിലൂടെ ഈ ഭാഗം, വ്യത്യസ്ത റിപ്പോർട്ടുകളിലൂടെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ, അല്ലാഹുവോടാ. ഇപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅദ്തനീ. പടച്ച റബ്ബേ, നീ എനിക്ക് വാഗ്ദാനം ചെയ്തതെന്ന് എനിക്ക് നടപ്പിലാക്കി തരണേ. അല്ലാഹുമ്മ ആതി മാ വഅദ്തനീ. പടച്ചോനെ, നീ എനിക്ക് കരാർ ചെയ്തത് നീ എനിക്ക് നൽകണേ. എന്നിട്ട് റസൂല് പ്രാർത്ഥിക്കുന്നു അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഇസാബ. അല്ലാഹുവേ, ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ മിൻ അഹ്ലിൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ ആളുകളിൽപ്പെട്ട ഈ ചെറു സംഘത്തെ നീ നശിപ്പിച്ചാൽ ലാ തുഅബദ് ഫിൽ അർള്, പിന്നെ ദുനിയാവിൽ നിന്നെ ആരാധിക്കുന്ന ഒരു ടീം ഉണ്ടാകൂല. ശത്രുക്കൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട്, കുടുംബബന്ധം മുറിക്കുന്ന, മോശമായ ജീവിതം നയിക്കുന്ന ആളുകളാരോ അവർക്കെതിരെ നീ നല്ലവരായ ആളുകളെ സഹായിക്കണേ. റസൂല് പ്രാർത്ഥിക്കുന്നു അല്ലാഹുവേ, നീ തന്ന വാഗ്ദാനം അത് നിറവേറ്റി തരണേ. ഈ ചെറു സംഘത്തെ നശിപ്പിച്ചാൽ, ഈ സംഘം നാമാവശേഷമായാൽ പിന്നെ നിന്നെ ആരാധിക്കുന്ന ഒരു വിഭാഗം ലോകത്തുണ്ടാവുകയില്ല എന്ന് പ്രവാചകനും പ്രാർത്ഥിക്കുന്നു. യുദ്ധം അവസാനിച്ചു, വിജയം വിശ്വാസികൾക്ക് ലഭിച്ചു. അല്ലാഹ് പറയുന്നു ലിയുഹിഖൽ ഹഖ വയുബ്തിലൽ ബാത്തില. യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമാക്കി സ്ഥാപിക്കുകയും ബാത്തിലായതിനെ, അയഥാർത്ഥ്യമായതിനെ, അതിനെ നിരർത്ഥകമായി നശിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടിയാണത്. വലൗ കരിഹൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകൾ വെറുത്താലും ശരി. അവിടെ സത്യത്തെ ജയിപ്പിക്കുക എന്നതായിരുന്നു ആ യുദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ യുദ്ധം നടന്നത്, ആ യുദ്ധത്തിൽ നമുക്കുള്ള ഒരു പാഠം എന്താണ്? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. അള്ളാഹു അല്ലാത്ത ആളുകളെയും വിളിക്കാം എന്ന് വാദിക്കുന്ന ആളുകളായിരുന്നു അവര്. അള്ളാഹുവോടൊപ്പം അള്ളാഹു അല്ലാത്തവരെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ മഹാന്മാരായ ഉത്കൃഷ്ടരായ ആളുകളുടെ ബിംബങ്ങൾ, അവരുടെ പ്രതിഷ്ഠകൾ ഉണ്ടാക്കി ആ കഅബയിൽ സ്ഥാപിച്ച ആളുകൾ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അങ്ങനെയുള്ള നല്ലവരായ ആളുകളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി കഅബയിൽ സ്ഥാപിച്ച ആളുകൾ. ആ കഅബയുടെ ചാരത്ത് നിന്നുകൊണ്ട് റസൂല് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മഹാന്മാരായ മുൻഗാമികളായ അമ്പിയാക്കളും ഔലിയാക്കളും ഉണ്ടായിപ്പോയ ആ നാട്ടില് അവരെ ആരെയും വിളിക്കാതെ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചു. ഇനി നോക്കിയേ, ബദറിൽ സംഭവിച്ച മറ്റൊരു കാര്യം, പ്രവാചകനെ കൃത്യമായി അനുസരിക്കാൻ ആ സ്വഹാബത്ത് സന്നദ്ധരായി എന്നുള്ളതാണ്. പ്രവാചകനെ കൃത്യമായി അനുസരിക്കുന്നവരായിരുന്നു അവർ. സഹാബികള് അവരുടെ വാക്കുകൾ, പ്രവാചകന്റെ അടുക്കൽ നിന്ന് വരുന്ന ആ അവരോടുള്ള പ്രവാചകന്റെ വാക്കുകളെ അക്ഷരം പ്രതി അനുസരിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശ്വാസികളായ ആളുകൾ പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലാ നഖൂലു ലക കമാ ഖാലത് ബനു ഇസ്രായീൽ ലിമൂസ.
ബനൂ ഇസ്രായേലര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതുപോലെ ഞങ്ങൾ നിങ്ങളോട് പറയില്ല റസൂലേ എന്ന് സ്വഹാബത്ത് റസൂലിനോട് പറയുകയാണ്. എന്നിട്ട് എന്താ അവര് പറഞ്ഞത്? ഫദ്ഹബ് അൻത വറബ്ബുക ഫഖാതില, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യ്. ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, ഞങ്ങൾ ഇവിടെ ഇരിക്കാം. നീ പോയി യുദ്ധം ചെയ്ത് ഫിർഔനിനോട് യുദ്ധം ചെയ്ത് അവിടെയെല്ലാം വിജയിച്ചടക്കി നല്ല സമാധാനപൂർണമായ ഒരു അന്തരീക്ഷമുള്ളൊരു നാട് സ്ഥാപിച്ച് കൊണ്ടുവാ, ഞങ്ങൾ അതുവരെ ഇവിടെ കാത്തിരിക്കാമെന്ന് ബനൂ ഇസ്രായേലര് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അങ്ങനെ പറയുകയില്ല റസൂലേ. റസൂലേ, ഈ സമുദ്രം മുറിച്ചു കടക്കാൻ, നീന്തി കടക്കാൻ നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് ആ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വീണ്ടും അവര് പറഞ്ഞെന്താ? ബനൂ ഇസ്രായേലർ പറഞ്ഞതുപോലെ ഞങ്ങൾ പറയില്ല. വലാകിന്നാ നുഖാതിലു അൻ യമീനിക വഅൻ യസാരിക വമിൻ ബൈനി യദൈക വമിൻ ഖൽഫിക. റസൂലേ, താങ്കളുടെ മുന്നിലും പിന്നിലും വലതുവശത്തും ഇടതുവശത്തും നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം യുദ്ധം ചെയ്യാൻ ഞങ്ങളുണ്ട് റസൂലേ എന്ന് പ്രഖ്യാപിച്ച ആളുകളായിരുന്നു ആര്? ആ പ്രവാചകന്റെ കൂടെയുള്ള സഹാബത്ത്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒന്ന് കൽപ്പിച്ചാൽ, ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ സന്നദ്ധരായ, അനുസരണശീലമുള്ള ഒരു വിഭാഗമായിരുന്നു ആ ആളുകൾ. മാത്രമല്ല, ബദറിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു ഗുണപാഠം, അവര് മുഹാജിറുകളുണ്ട്, അൻസാറുകളായ ആളുകളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൂടിയാലോചിക്കുകയാണ്. റസൂൽ ബദറിലേക്ക് പോയപ്പോ ഇസ്തശാറൽ മുസ്ലിമീൻ എന്നാണ്, മുസ്ലിമീങ്ങളോട് മുശാവറ നടത്തി. ആദ്യം മുഹാജിറുകളായ ആളുകളോട് സംസാരിച്ചു. അവര് പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്, നിങ്ങൾ ഇറങ്ങിക്കോളൂ, കൂടെ ഞങ്ങളുണ്ട്. വീണ്ടും അൻസാറുകളായ ആളുകളോട് ചോദിച്ചു. അവരും പറഞ്ഞു, ഞങ്ങൾ കൂടെയുണ്ട്. റസൂൽ ഇതിങ്ങനെ ചോദിച്ചപ്പോ ഒരു സ്വഹാബി അദ്ദേഹം പറയുകയാണ്, യാ മഅ്ശറൽ അൻസാർ, അൻസാരികളെ, ഇയ്യാകും യുരീദു റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെയാ ഉദ്ദേശിച്ചത്. എന്താ നിങ്ങളുടെ മറുപടി? മുഹാജിറുകൾ മറുപടി പറഞ്ഞു, ഞങ്ങൾ റെഡിയാണ്. എന്താ നിങ്ങളുടെ മറുപടി? അവരും പറയുന്നു, ഞങ്ങൾ റെഡിയാണ് റസൂലേ. നോക്ക്, നിങ്ങൾ നേതൃത്വം വഹിക്കുന്ന സംഘടനകളുടെയും മറ്റുള്ളതിന്റെയും ഒക്കെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾക്ക് ഉള്ളൊരു ഗുണപാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പഠിപ്പിക്കുകയാണ്. ആരാ റസൂലുള്ളാഹ്? അള്ളാഹുവിൽ നിന്ന് കൃത്യമായി വഹി ലഭിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിയാണ് സ്വഹാബത്തിനോട് കൂടിയാലോചന നടത്തുന്നത്. കൂടിയാലോചന നടത്തി നല്ല അഭിപ്രായം ആ സ്വഹാബത്തിൽ നിന്ന് വന്നാൽ അത് സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്നദ്ധനായിരുന്നു. ബദറിലേക്ക് പോയി ഒരു സ്ഥലത്ത് അവർ തമ്പടിച്ചു. തമ്പടിച്ച സന്ദർഭത്തിൽ ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ല പ്രവാചകരെ, ഇപ്പോൾ ഈ തമ്പടിച്ച സ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളോട് കൽപ്പിച്ച സ്ഥലമാണോ? അങ്ങനെയാണെങ്കിൽ അതിനെ ധിക്കരിക്കാനോ അതിനെ മറികടന്നു പോകാനോ അതിൽ നിന്ന് പിന്താനോ ഞങ്ങൾക്ക് സാധ്യമല്ല, ഞങ്ങൾ അതിന് സന്നദ്ധരല്ല. അതല്ല താങ്കളുടെ അഭിപ്രായമാണ് എങ്കിൽ അപ്പൊ ഇത് ഏതാന്ന് ചോദിച്ചു. റസൂല് പറഞ്ഞു, എന്റെ അഭിപ്രായമാണ്. ഉടനെ തന്നെ സഹാബി പറഞ്ഞു, റസൂലേ, ഇവിടെ അല്ല നമുക്ക് നല്ലത്, അപ്പുറത്തുള്ള ആ ഭാഗത്താണ്. അവിടെയായാൽ നമ്മുടെ വിശ്വാസികളായ ആളുകൾക്ക് യുദ്ധത്തിൽ ഏർപ്പെടുന്ന സന്ദർഭത്തിൽ സുലഭമായി വെള്ളം ലഭിക്കുകയും അവിശ്വാസികളായ ആളുകൾ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുകയും ചെയ്യും. ആ ഒരു ഭാഗത്തേക്ക് നീങ്ങുകയാണ് നല്ലതെന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ അംഗീകരിച്ചു. ആരാ? റസൂല്, അള്ളാഹുവിൽ നിന്ന് വഹയ്യ് കിട്ടുന്ന റസൂല്, ഈ വിശ്വാസികളുടെ നേതാവാ. ഒരു അനുയായി ഒരു കാര്യം പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ ഗുണപരമായ ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം കിട്ടിയപ്പോ അംഗീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സന്നദ്ധനായി എന്നുള്ളതാണ്. അതോടൊപ്പം
ബദറിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു പാഠം, വിശ്വാസമുള്ളിലേക്ക് കടന്നു വന്നാൽ, വിശ്വാസം ഉൾക്കൊണ്ട ഒരാള് അവൻ വിശ്വാസിയായിരിക്കെ അവന്റെ വിശ്വാസത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ആ വിശ്വാസം ഉൾക്കൊണ്ടതിന്റെ പേരിൽ അവനെ ആക്രമിക്കാനും അവനെ അവഹേളിക്കാനും മോശമാക്കാനും അവന്റെ ഏത് വേണ്ടപ്പെട്ട ആളുകൾ വന്നാലും ശരി, ആ ആളുകളെക്കാളും ഒക്കെ അവൻ ഇഷ്ടപ്പെടുന്നത് അവന്റെ വിശ്വാസത്തെയാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ട പല സ്വഹാബികളും അവരുടെയൊക്കെ വേണ്ടപ്പെട്ട ആളുകൾ, ബന്ധുക്കൾ ശത്രുപക്ഷത്തുണ്ട്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പല സന്ദർഭങ്ങളിലായി അദ്ദേഹത്തിന്റെ പിതാവ് മുന്നിൽ വരുന്നുണ്ട്. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അങ്ങനെ എന്റെ പിതാവ് പല സന്ദർഭത്തിൽ എന്റെ മുന്നിൽ വന്നപ്പോ ഞാൻ മാറി. പക്ഷേ പിന്നീട് ഞാൻ ചിന്തിച്ചു പോയി, അള്ളാഹുവിന്റെ ശത്രുവിനെ ഞാൻ എന്തിന് വെറുതെ വിടണമെന്ന്. സഹോദരങ്ങള്, നിങ്ങൾ കേട്ടിട്ടില്ലേ, ഖുൽ, നബിയെ പറയുക, ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലു മുഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരി. അല്ലാഹു ചോദിക്കുക, പ്രവാചകരെ പറഞ്ഞേക്കുക, ഇൻകാന ആബാഉകും വഅബ്നാഉകും, അവരുടെ രക്ഷിതാക്കള്, അവരുടെ മക്കള്, വഅസ്വാജുകും, അവരുടെ ഇണകൾ, വഅശീറതുകും വഅംവാലു മുഖ്തറഫ്തുമൂഹാ, കുടുംബങ്ങളും അവര് സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പത്തുകളും, നഷ്ടം ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും എണ്ണുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് അഹബ്ബ ഇലൈക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിനല്ലാഹി വറസൂലി, അള്ളാഹിനെക്കാളും അവന്റെ റസൂലിനെക്കാളും ഇഷ്ടപ്പെട്ടത് എങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹിന്റെ ഒരു തീരുമാനം, അള്ളാഹുവിന്റെ ഒരു വിധി വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്ന് പരിശുദ്ധ ഖുർആനില് അള്ളാഹു സൂചിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ കണ്ടോ, മാതാവ്, പിതാവ്, ബന്ധുക്കള്, കുടുംബം, സമ്പത്ത്, നമ്മുടെ വീട്, മറ്റ് സൗകര്യങ്ങളെല്ലാം, ഇതിനേക്കാളും ഒക്കെ നമ്മള് ദീനിന് പ്രാധാന്യം കൊടുക്കണം, അള്ളാഹിനെ ഇഷ്ടപ്പെടണം. പ്രഗൽഭനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സഹോദരന് യുദ്ധത്തിൽ ബന്ധനസ്ഥനായി പിടിക്കപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം വിശ്വാസികളായ സഹോദരങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിൽ നിന്ന് മോചനദ്രവ്യം നല്ലൊരു സംഖ്യ വാങ്ങിക്കോളൂ. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ കയ്യിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം ഉമ്മാന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, പണമുണ്ട്, അവിടെ നിങ്ങൾ വാങ്ങിക്കോളൂ, മോചനദ്രവ്യം വാങ്ങിക്കോളൂ എന്ന് അദ്ദേഹം ഉപദേശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അവർക്ക് അള്ളാഹുവും റസൂലും കഴിഞ്ഞിട്ടേ മറ്റെന്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു ബദരീങ്ങളുടെ പ്രത്യേകത. മാത്രമല്ല അവരുടെ ആ ആദർശം, വിശ്വാസം, അത് അചഞ്ചലമായിരുന്നു. അല്ലാഹു സൂചിപ്പിക്കുന്നുണ്ടല്ലോ, കം മിൻ ഫിഅത്തിൻ ഖലീല ഗലബത് ഫിഅത്തിൻ കസീറ, എത്ര ചെറു സംഘങ്ങളാണ് വലിയ വമ്പൻ സംഘങ്ങളെ അതിജയിച്ചിട്ടുള്ളത്. ബിഇദ്നില്ല, അള്ളാന്റെ ഇതിനെ കൊണ്ട്. വല്ലാഹു മഅസ്സാബിരീൻ, അല്ലാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. അപ്പോൾ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിലുണ്ടോ, അള്ളാഹുവിന്റെ സംരക്ഷണം, രക്ഷ നമുക്ക് വരുമെന്നത് ഉറപ്പാണ്. ബദർ നമുക്ക് നൽകുന്ന ഒരു പാഠം അതാണ്. വീണ്ടും ഖുർആനിൽ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിസ്സാരമായൊരു സംഘമായിരുന്ന സന്ദർഭത്തെ നിങ്ങൾ ഓർക്കണം. മുസ്തളഅഫീന ഫിൽ അർള്, ഭൂമിയിൽ ബുദ്ധിമുട്ടിക്കപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു. തഖാഫൂന അൻ യതഖത്തഫകുമുൻ നാസ്, ആ ആളുകൾ, മനുഷ്യർ നിങ്ങളെ കൊത്തി റാഞ്ചിയെടുത്ത് പോകുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന രൂപത്തിൽ നിസ്സാരമായ ചെറിയൊരു സംഘമായിരുന്നു നിങ്ങളെന്നാണ് ഖുർആൻ സൂചിപ്പിച്ചത്.
അപ്പോൾ അവൻ നിങ്ങൾക്ക് അഭയം നൽകി, അവന്റെ സഹായം കൊണ്ട് അവൻ നിങ്ങളെ ശക്തിപ്പെടുത്തി സഹായിച്ചു. നിങ്ങൾക്ക് ത്വയ്യിബായത് അവൻ ഭക്ഷിക്കാനും തന്നോ. എന്നിട്ട് പറയുന്നു ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി മാറിയേക്കാം. സഹോദരന്മാരെ, യാതൊരു പ്രയാസമില്ലാതെ സുഖകരമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഈ ദുനിയാവിന് സാധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താലാണത്. നിങ്ങളൊന്നുമല്ലാത്ത നിസ്സാരരായ ഒരു സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളായ ആളുകൾക്ക് എതിരിൽ നിങ്ങളെ ശക്തിപ്പെടുത്തി, നിങ്ങൾക്ക് സഹായങ്ങൾ നൽകി, നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ നൽകി, നിങ്ങളെ സംരക്ഷിച്ചത് നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയാണ്. സുഖാഡംബരങ്ങളുടെ പറുദീസയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ സൗകര്യങ്ങളൊക്കെ റബ്ബ് നമുക്ക് നൽകിയത് റബ്ബിന് നന്ദി ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകാൻ വേണ്ടിയാണ്. ആ വിശ്വാസം ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിയപ്പോ അജഞ്ചലരായി, അടിയുറച്ച പതറാത്ത മനുഷ്യരായി ആ ആളുകൾ എന്ത് ചെയ്തു? ആ യുദ്ധക്കളത്തിൽ അല്ലെങ്കിൽ ശത്രുക്കൾക്കെതിരെ ഇറങ്ങി. സാധാരണ പറയാറുണ്ട്, പൊട്ടിയ വയറും പൊട്ടിയ വാളുമായി യുദ്ധത്തിനൊരുങ്ങിയിട്ടല്ല പോകുന്നത്, ഒരു കച്ചവട സംഘത്തെ തടയാനാ പോകുന്നത്. ആ ആളുകളാണ് ആയുധസജ്ജരായ ഒരു സംഘത്തെ എതിരിട്ടുകൊണ്ട് അവർക്കെതിരെ വിജയം വരിക്കുന്നത്. നിസ്സാരമായ ചെറിയ ചെറിയ ആയുധങ്ങളുമായിട്ട് സഹോദരന്മാരെ, അക്രമികളായ ആളുകൾ, കച്ചവട സംഘം രക്ഷപ്പെട്ടിട്ടും ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനി നിങ്ങൾ മടങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴും അല്ല, അവരെ തീർത്തിട്ട് ഞങ്ങൾ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വന്ന അക്രമികളായ ആളുകൾ, പിശാച് അവരുടെ കൂടെ കൂടുകയും അവർക്ക് പ്രചോദനം നൽകുകയും അവരെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ ആളുകൾ യുദ്ധത്തിനെത്തിയപ്പോൾ പിശാച് അവിടെ നിന്ന് പിന്മാറി പോകുന്നൊരവസ്ഥ. നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ പല തിന്മകളിലേക്കും നമ്മളെ പ്രേരിപ്പിക്കാൻ ആളുകൾ ഉണ്ടാകുമ്പോൾ ആ തിന്മകളുടെ ആ പ്രേരണയിൽ തിന്മകളിലേക്ക് അധപതിക്കും അല്ലെങ്കിൽ ആപതിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, ഈ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല. പിശാചിന്റെ ആ പ്രവർത്തനത്തെ ഖുർആൻ സൂചിപ്പിച്ചത് എന്താ അറിയോ? വൈദ് സയ്യന ലഹും ശൈത്വാനു അഅമാലഹും, ശൈത്താൻ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കൃതമാക്കി കൊടുത്തപ്പോൾ വഖാല, എന്നിട്ട് പിശാച് പറയുന്നു, ലാ ഗാലിബ ലകുമുൽ യൗമ മിനന്നാസ്, മനുഷ്യരിൽ ഒരാളും ഇന്ന് നിങ്ങൾ അതിജയിക്കാൻ പോന്ന അതിനെ പറ്റിയ ആളുകളില്ല, നിങ്ങൾ തന്നെയാണ് ജയിക്കുന്ന ആളുകൾ, ഒരാളും നിങ്ങൾ അതിജയിക്കുകയില്ല. വഇന്നി ജാറുൽ ലക്കും, ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങളെ തകർക്കാൻ പറ്റുന്ന ഒരു ശക്തി ഇന്ന് ലോകത്തില്ല, നിങ്ങളുടെ കൂടെ ഞാനുണ്ടെന്ന് പിശാച് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് അലങ്കൃതമാക്കി അവരുടെ പ്രവർത്തനങ്ങളെ കൊടുത്തപ്പോൾ എന്നിട്ട് ഖുർആൻ പറയുന്നു, ഫലമ്മാ തറാഅത്തിൽ ഫിഅതാൻ, രണ്ട് സംഘങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോ നഖസു അലാ ഖിബൈഹി, മടമ്പിൽ പിന്നോട്ട് തള്ളി പിന്തിരിഞ്ഞു പോയി. ആര്? പിശാച്. രണ്ട് ടീമുകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോ പിശാച് പിന്തിരിഞ്ഞു പോയി. വഖാല, എന്നിട്ട് പിശാച് പറയുന്നത്, നല്ലോണം ശ്രദ്ധിച്ചോളൂ, ബദറിൽ നമുക്കുള്ളൊരു പാടാണ്. അക്രമികളെ അവർക്ക് പ്രചോദനം നൽകിക്കൊണ്ട് കൊണ്ടുവന്ന പിശാച് യുദ്ധക്കളത്തിലെത്തിയപ്പോൾ ആ പിശാച് പിന്തിരിഞ്ഞു പോവുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഇന്നി ബരീഉം മിൻകും, നിങ്ങളുടെ ഉത്തരവാദിത്വമൊന്നും എനിക്കില്ല, ഞാൻ ഇതിൽപ്പെട്ടവനല്ല, ഞാൻ നിരപരാധിയാണ്, ഞാൻ പോവാണ്, ഞാൻ ഇതിൽ നിന്ന് പിന്തിരിയുകയാണ്. ഇന്നി അറാമാ ലാ തറഊൻ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. ഇന്നി അഖാഫുല്ലാഹ്,
നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ആരാ പറയുന്നത്? പിശാച് പറയുന്നു. ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്. നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. അനബരീഉം മിൻകും, നിങ്ങളടുത്ത് നിന്ന് ഞാൻ നിരപരാധിയാണ്, ഞാൻ ഇല്ലട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പിശാച് പിന്തിരിഞ്ഞു പോയി. സഹോദരന്മാരെ, നമ്മളൊക്കെ ഇടയിലേക്ക് പല ആളുകളും പല തരത്തില് നമ്മളെ തിന്മകളിലേക്ക് പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മളെ തിന്മയിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കും. അവിടെയൊക്കെ മനസ്സിലാക്കുക, ഭൗതിക ലോകത്ത് റബ്ബിനെ പേടിച്ചുകൊണ്ട് പിശാച് പിന്തിരിഞ്ഞുവെങ്കിൽ പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ ആ പിശാച്ചിന്റെ കൂട്ടാളികള് നമ്മളെ വിട്ടുപോകും. അപ്പോൾ റബ്ബിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രമല്ല, അവിശ്വാസികൾക്കൊരു താക്കീതായും കൊണ്ടാണ് ബദറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബദറിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അബൂജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചല്ലോ, അല്ലാഹുമ്മ എന്ന് വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചല്ലോ. അള്ളാഹു അതിന് മറുപടി കൊടുക്കാണ്. നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളെ വിജയം തേടിയപ്പോ നിങ്ങൾക്ക് വിജയം വന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ഇതിൽ അവസാനിപ്പിക്കുകയാണ് എങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത്. നിർത്തുകയാണെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾ വരികയാണെങ്കിൽ, ഇനിയും നിങ്ങൾ വരികയാണെങ്കിൽ നമ്മളും വരും. വലൻ തുഗ്നി അൻകും ഫിഅതുകും ശൈആ, നിങ്ങളുടെ സംഘങ്ങൾ, നിങ്ങളുടെ ആൾപ്പെരുപ്പം, നിങ്ങളുടെ ആ കൂട്ടമുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. വലോ കസുറത്ത്, അത് എത്ര അധികരിച്ചാലും ശരി. വഅന്നല്ലാഹ മഅൽ മുഅ്മിനീൻ, അല്ലാഹു മുഅ്മിനീങ്ങളുടെ കൂടെയാണ്. സത്യത്തിന്റെ കക്ഷിയെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു പോയില്ലേ? ഇപ്പൊ സത്യത്തിന്റെ കക്ഷി വിജയിച്ചല്ലോ. ഇവിടെ നിർത്തിക്കോളൂ, ഇത് നിർത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇനിയും നിങ്ങൾ വരികയാണെങ്കിലോ നഉദ്, നമ്മളും വരും. അല്ലാഹു പറയാ. നോക്കൂ, നിങ്ങൾ കൃത്യമായിട്ട് അല്ലാഹു മറുപടി കൊടുക്കുകയാണ്. യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്, അള്ളാന്റെ പ്രകാശത്തെ കെടുത്താൻ ആണ് അവർ ആഗ്രഹിക്കുന്നത്. ബി അഫ്വാഇഹിം, അവരുടെ വായ കൊണ്ട്. വല്ലാഹു മുതിമ്മു നൂരിഹി, അല്ലാഹു അവന്റെ ആ പ്രകാശത്തെ അത് സമ്പൂർണമാക്കുന്നതാണ്. വലൗ കരിഹൽ കാഫിറൂൻ, കാഫിറുകളായ ആളുകൾ വെറുത്താലും ശരി. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അവനാകുന്നു അവന്റെ അമ്പിയാക്കളെ റസൂലുകളെ ഹുദയും നൂറുൽ ഹഖും ദീനുൽ ഹഖുമായിട്ട് അയച്ചിട്ടുള്ളത്, നേർമാർഗവും ശരിയായ മതവുമായിട്ട് അയച്ചിട്ടുള്ളത്. ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി, മറ്റുള്ള മതങ്ങളെക്കാൾ ഉപരിയായി ഇതിനെ കൊണ്ടുവരാൻ വേണ്ടി. വലൗ കരിഹൽ മുശ്രികൂൻ, മുശ്രിക്കുകളായ ആളുകൾ വെറുത്താലും ശരി, അള്ളയാണ് ഇത് അയച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹ് അയച്ച ആ ഒരു പ്രകാശം, ആ പ്രകാശത്തെ കെടുത്താൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, വീണ്ടും അതിനെതിരെ നിങ്ങൾ വരികയാണെങ്കിൽ അല്ലാഹുവും വരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ഒരുപാട് ഗുണപാഠങ്ങൾ ബദറിലൂടെ നമുക്കുണ്ട്. ഒരുപാട് മേഖലകളിൽ നമുക്ക് ഗുണപാഠങ്ങളുണ്ട് ബദറിൽ. ഈ ബദറിന്റെ ചരിത്രം മനസ്സിലാക്കി, ബദറിലേക്ക് പോയത് ആരാധിക്കപ്പെടുന്ന ദൈവങ്ങളാകുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സത്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാ. അത് ഉൾക്കൊണ്ടതിന്റെ പേരിലാണ് അവർ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ബദറിന്റെ ചരിത്രം മനസ്സിലാക്കി, ബദർ കടന്നു വരുന്ന സന്ദർഭത്തിൽ ബദറിന്റെ ചരിത്രം മനസ്സിലാക്കിക്കൊണ്ട് ആ ബദരീങ്ങളെ ഉൾക്കൊണ്ട ആദർശത്തിൽ ആ ബദരീങ്ങളുടെ പിന്മുറക്കാരായി മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ബദറിൽ വിശ്വാസികളായ ആളുകൾ വിജയിക്കുകയും ആ വിശ്വാസികൾ ബദറിലേക്ക് എത്തിയത് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണ്. സഹോദരങ്ങളെ, മുന്നിലേക്ക് ഉള്ള ഗ്യാപ്പിലേക്കൊന്ന് കടന്നിരിക്കുക. ബാക്കിൽ വരുന്ന ആളുകൾക്ക് സൗകര്യമില്ല. തൊട്ട് മുന്നിലുള്ള സീറ്റിലേക്ക് ആ ബാക്കിലുള്ള ആളുകളൊന്ന് കടന്നിരുന്നാൽ ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യമായിരിക്കും. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ചതിൻ്റെ പേരിലാണ് അവർ പീഡിപ്പിക്കപ്പെട്ടത്. മുൻഗാമികളായ ഏതെങ്കിലും ആളുകളോട് പ്രാർത്ഥിക്കാനോ സ്വാലിഹീങ്ങളും ഉത്തമരുമായ ആളുകളെ ഇടയാളന്മാരാക്കാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ ഒരു ബദറിനെ മുൻനിർത്തിക്കൊണ്ട് ആ ബദറിൽ പങ്കെടുത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. മലയാളത്തിലൊരു പണ്ഡിതൻ പഠിപ്പിച്ചത്, നിങ്ങൾക്ക് ഗുണം നേടാൻ, സ്വർഗം നേടാൻ, നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് നീങ്ങിപ്പോകാൻ, നിങ്ങൾക്ക് കടങ്ങളുണ്ടോ അത് വീട്ടി കിട്ടാൻ, മക്കളില്ല സന്താന സൗഭാഗ്യം വേണോ, നല്ല വീട് വേണോ, സുഖപ്രസവം ലഭിക്കണോ, അസുഖം മാറണോ, ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവനുമായി ബന്ധപ്പെടുന്ന ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ എടുത്തുകൊണ്ട് അവന്റെ ജോലി, മറ്റുള്ള സൗകര്യങ്ങളും സുഖങ്ങളും സംവിധാനങ്ങളും ഒക്കെ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബദരീങ്ങളോട് പ്രാർത്ഥിക്കണമെന്ന് ബൈത്തുകൾ രചിച്ചുകൊണ്ട് ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ബദരീങ്ങളായ ആളുകൾ പ്രാർത്ഥിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തിയപ്പോൾ എന്നാണ് ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സൂറത്ത് അൻഫാലിലാണ്. അപ്പൊ റബ്ബിനോടാണ് തേടേണ്ടത്, റബ്ബല്ലാത്ത റബ്ബിന്റെ പടപ്പുകളോടല്ല. ബദരീങ്ങളെ സ്നേഹിക്കേണ്ടതുണ്ട്. അവരുടെ പിന്മുറക്കാരായി അല്ലെങ്കിൽ അവരുടെ ആളുകളായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നാട്ടിൽ കാണുന്ന ബദരീങ്ങളുടെ സ്നേഹമെന്ന പേരിലും അവരുടെ പേരിൽ പ്രത്യേക അറവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇസ്ലാമികമല്ല. അപ്പൊ സ്വാഭാവികമായും തോന്നും, എന്താ വിസ്മി ചൊല്ലിയല്ലേ അറുക്കുന്നത്. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്, ഇന്നമാ ഹറമ അലൈക്കും അൽ മൈത്തതു വദ്ദമു വലഹ്മുൽ ഖിൻസീർ, നിങ്ങൾക്ക് ചത്തത്, രക്തം, പന്നിമാംസം, വമാ ഉഹില്ല ലി ഗൈരില്ല, അല്ലാത്ത ആളുകൾക്ക്, ഉഹില്ല ബിഹി ലി ഗൈരില്ല, അല്ലാത്ത ആളുകൾക്ക് വേണ്ടി ശബ്ദമുയർത്തപ്പെട്ടത്, ഇതെല്ലാം ഹുർരിമ അലൈക്കും, നിങ്ങൾക്ക് ഹറാമാണ് എന്ന, തിന്നാൻ പറ്റൂല. ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ല, അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും അറുത്താൽ ആ അറുത്തവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മൾ വിശ്വാസികളാണോ പ്രവാചകന്റെ ബദരീങ്ങളുടെ പാതയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുക. അതല്ലാത്ത മറ്റൊരു മാർഗത്തിലേക്ക് നമ്മൾ തിരിഞ്ഞാൽ അത് വ്യതിചലിച്ച മാർഗമാണ്. എന്റെ മാർഗത്തിൽ നിന്ന് ആര് പിന്തിരിഞ്ഞോ അവന് കുടുസായ ഇടുങ്ങിയ ജീവിതമുണ്ട് എന്ന് അള്ളാഹ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിലേക്ക് വരിക, ആ മാർഗത്തിൽ മുന്നേറാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമളാനില് 17 ബദർ ദിനം വരുമ്പോ കൂടുതൽ ബദരീങ്ങളുടെ ആ
ആദർശം ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുക. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ്റെ ഉമ്മാക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ഹോസ്പിറ്റലിലാണ്. അവർക്ക് അവരുടെ രോഗം ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുറാഹിമായ നാഥ, ഒരുപാട് രോഗികളായ സഹോദരങ്ങൾ ഞങ്ങളുടെയൊക്കെ നാടുകളിലും പരിസരങ്ങളിലുമുണ്ട്. അവർക്കെല്ലാം ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമളാനിൽ അവരുടെ കുടുംബങ്ങൾക്കും സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ റമളാനിൽ അതിന്റെ പൂർണ്ണ പുണ്യങ്ങൾ നേടാൻ സാധിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجر والدينا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.